പുത്തൻ താരോദയങ്ങൾ വരുമ്പോൾ പഴയ താരങ്ങളെ മനോരമ മറന്നാലും മനോരോഗമുള്ള കോൺഗ്രസ്സുകാർ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് മറ്റൊരു മാനസിക രോഗി തിരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ പിന്നാലെ സമനില തെറ്റി കൂട്ടിക്കൊടുപ്പിന് ഇറങ്ങി പുറപ്പെട്ട് വീട്ടിലുള്ളവരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും കാശ് പോക്കറ്റിലേക്ക് വന്നാൽ നീ കയറി പണിയിട്ട് പൊക്കോടാ എന്ന് പറയുന്ന രീതിയിലേക്ക് മനോനില തെറ്റിയിരിക്കുന്ന പിരായിരിയിലെ MLA പരിൻ എന്ന് പറയുന്ന സരിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്. ഇതിന് ആധാരം എന്താണ്? ഇപ്പം ഇന്നലെയാണ് മനോരമ ന്യൂസിലൂടെ മനോരമ ന്യൂസ് മേക്കർ 2025 വാർത്താ താരമായിട്ട് VD സതീശനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ VD സതീശനെ തെരഞ്ഞെടുത്തിലുള്ള വലിയ വെപ്രാളമാണ്, അല്ലെങ്കിൽ അതിലുള്ള അസഹിഷ്ണുതയാണ്, അസ്വസ്ഥതയാണ്, അതിലുള്ള ക്രിമികടിയാണ്, അതിലുള്ള കുരുപൊട്ടലാണ് ആര് പ്രകടമാക്കുന്നത്? പി സരിൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പിമ്പ് അമ്മയെയും പെങ്ങളെയും ഭാര്യയെയും മകളെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ കൂട്ടിക്കൊടുക്കാൻ മടിക്കാത്ത പി സരിൻ എന്ന് പറയുന്ന പിരായിരിയിലെ പ്രാന്തൻ പരിൻ പോസ്റ്റ് പങ്കുവെക്കുന്നത് മനോരോഗമുള്ള കോൺഗ്രസ്സുകാരെ മറക്കരുത് എന്നാണ് പറയുന്നത്. എന്താ ഇത്രമാത്രം സരിനെ അസ്വസ്ഥനാക്കുന്നത്? സരിനെ ഇത്രമാത്രം ഹാലിളക്കുന്നത് എന്താ? കാരണമുണ്ട്. കാരണമെന്ന് പറയുന്നത് ഈ മനോരമ ന്യൂസ് മേക്കർ 2025 ആ 25 ഈ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഉണ്ടായവരുടെ കൂട്ടത്തിൽ ബിനോയ് വിശ്വമുണ്ട്, ശ്വേതാ മേനോനുണ്ട്, CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പൊട്ടൻ MA ബേബിയുണ്ട്. ആ ബേബി പൊട്ടനാണ്. കാരണം എന്താ? അഖിലേന്ത്യാ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരു കസേരയിൽ ഇരിക്കാൻ, അല്ലാതെ അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ തീരുമാനങ്ങളിലോ പാർട്ടിയുടെ നിലപാടുകളിലോ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലോ ഇയാളൊരു പൊട്ടനായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്നതിനപ്പുറം ഒരു സ്ഥാനവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടനായ MA ബേബിയുണ്ട്, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമുണ്ട്, ശ്വേതാ മേനോനുണ്ട്, പിന്നെ കല്യാണി പ്രിയദർശനുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ നിന്നാണ് VD സതീശൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇപ്പോൾ VD സതീശനെ തെരഞ്ഞെടുക്കാൻ സരിൻ പറയുന്നത് മനോരോഗികളായ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തു? ഈ പറയുന്ന VD സതീശനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്നാണല്ലോ സരിൻ്റെ ഭാഷ്യം. അതിന് കഴിയാത്ത അന്തംകമ്മി അടിമകൾ MA ബേബി ഉണ്ടായിരുന്നല്ലോ, അന്തംകമ്മി അടിമകൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാമായിരുന്നല്ലോ, സാധിച്ചില്ലല്ലോ. ഇനി ബിനോയ് വിശ്വം ഉണ്ടായിരുന്നല്ലോ, അയാളെയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കാമായിരുന്നല്ലോ, സാധിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കാത്തതിന് ഇത്രമാത്രം കുരുപൊട്ടേണ്ട കാര്യം ഈ കൂട്ടിക്കൊടുപ്പുകാരന് കുരുപൊട്ടേണ്ട കാര്യമില്ല. അമ്മയെയും പെങ്ങളെയും കാണിച്ചു കൊടുത്ത് ആ കാശ് പോക്കറ്റിലിട്ടിട്ട് അവരെ പണിയിട്ട് ആരെങ്കിലും ഇറങ്ങിപ്പോകുന്നത് കാണുന്നതിൽ കുരുപൊട്ടാത്ത സരിൻ എന്ന് പറയുന്ന ഈ പ്രാന്തൻ പരിൻ മനോരോഗി അവൻ കോൺഗ്രസ്സുകാരെ പാഠം പഠിപ്പിക്കാൻ വരണ്ട. അതിന് കൂടെ ഇവൻ വെച്ചിരിക്കുന്ന 2 ഫോട്ടോയുണ്ട്. എന്താണ്? 2022 വാർത്താ താരം ആരാണ്? ശശി തരൂരാണ്. 2021 വാർത്താ താരമായത് ആരാണ്? K സുധാകരനാണ്. ഇവരെയൊന്നും മറക്കരുത് മനോരോഗി കോൺഗ്രസ്സുകാരെ എന്നാണ് പറയുന്നത്. ഇവൻ ഒരു മന്ദബുദ്ധിയാണ്. ഇവൻ എങ്ങനെയാണ് സിവിൽ സർവീസ് കിട്ടിയത്? അതോ ഈ പറയുന്ന പിണറായി വിജയൻ്റെ കൂടെ കൂടിയതിന് ശേഷം അടിമകൾ സാധാരണ എന്താ തിന്നുന്നത്? നമ്മളെല്ലാവരും കഴിക്കുന്നത് അരിയാഹാര. ഈ അടിമകളുടെ കൂടെ രാജാവിൻ്റെ കൂടെ കൂടിയാൽ പിന്നെ എന്താ കഴിക്കാൻ കിട്ടുന്നത്? അരിയാഹാരമല്ല, രാജാവ് അരിയാഹാരം കഴിക്കും. രാജാവ് നെയ്മീനാണ് കഴിക്കുന്നത്. രാജാവ് നെയ്മീൻ കഴിക്കും, എന്നിട്ട് രാവിലെ തൂറും. ആ തീട്ടം ഇങ്ങനെ വെച്ച് നീട്ടും. ഈ തീട്ടം തിന്നുന്നത് കൊണ്ട് എന്താണ്? ബുദ്ധി റിവേഴ്സ് ഗിയറിലേക്ക് പോയതാണോ എന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഈ പറയുന്നത് ഓരോ വർഷവും നടത്തുന്ന വാർത്താ താരം ആ ഒരു വർഷത്തെ വാർത്താ താരമാണ്. അത് 2022 ശശി തരൂരായിരിക്കാം, 2021 K സുധാകരനായിരിക്കാം. അപ്പോൾ 2025 മറ്റൊരാളാവുന്നതിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നം? കാരണം അത് ഓരോ വർഷത്തെയും വാർത്തയിലെ താരം ആരാണ് എന്നുള്ളതാണ്. അവിടെ തന്നെയുണ്ട് അതിനുള്ള മറുപടി. വാർത്താ താരമാണ്. വാർത്തകളിൽ അത്രയധികം നിറഞ്ഞു നിൽക്കുകയും അത്രയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യപ്പെട്ട വ്യക്തി ആരാണ് എന്നുള്ളതാണ്. 2022 ശശി തരൂരായിരുന്നു, 2021 സുധാകരനായിരുന്നു, 2025 VD സതീശനാണ്. അപ്പോൾ VD സതീശൻ വാർത്താ താരമാകുമ്പോൾ പിരായിരിയിലെ പിരാന്തൻ മനോരോഗിക്ക് അമ്മയെയും പെങ്ങളെയും കൂട്ടി കാണിച്ചു കൊടുത്താൽ അമ്മയെയും പെങ്ങളെയും ഭാര്യയെയും മകളെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ
അവരെ കൂട്ടിക്കൊടുക്കാൻ ഒരു മടിയുമില്ലാതെ കാശ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ വല്ല കസേരയും കിട്ടിയാൽ മതി, നിങ്ങൾ വേണ്ടുവോളം പണിയിട്ട് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുന്ന ഈ പറയുന്ന മനോരോഗി സരിൻ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്കെന്താ വി ഡി സതീശനോട് ഇത്രമാത്രം അസ്വസ്ഥത? വി ഡി സതീശൻ എന്താ നിനക്ക് ഇത്രമാത്രം വൈരാഗ്യം? നിനക്കെന്താണ് ഇത്ര പക? കാരണം മറ്റൊന്നുമല്ല, 2024 പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പാണ് കാരണം വി ഡി സതീശന്റെ കാല് നക്കിയതാണ് സരിൻ. തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ് തിങ്കളാഴ്ച വരെ, അതായത് ഒരു ചൊവ്വാഴ്ച ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ തലേന്നുള്ള തിങ്കളാഴ്ച വരെ സതീശന്റെ കാല് നക്കി എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞു നടന്ന ഈ മനോരോഗി, ഈ കൂട്ടിക്കൊടുപ്പുകാരൻ, ഈ പൊളിറ്റിക്കൽ പിമ്പിങ്ങിന്റെ ഉപജ്ഞേതാവ് ചൊവ്വാഴ്ചയായപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ഈ പറയുന്ന പിമ്പിന്റെ പേരുണ്ടായില്ല, മറിച്ച് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരായിരുന്നു. അപ്പം അതിൽ ഹാലിളകിയതാ. കാരണം എന്താ? സരിൻ അത്ര ഉറപ്പായിരുന്നു. ഷാഫി പറമ്പിൽ വടകരയ്ക്ക് മത്സരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട നിമിഷം മുതൽ സരിൻ സ്വപ്നം കണ്ടതാ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും, വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിക്കും, ഷാഫി MLA സ്ഥാനം രാജിവെക്കും, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും, അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഉറപ്പായിട്ടും വിജയിച്ച് കയറും. അതിനുവേണ്ടി ഷാഫി പണിയെടുക്കും, അതിനുവേണ്ടി വി ഡി സതീശൻ പണിയെടുക്കും, അതിനുവേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പണിയെടുക്കും, അതിനുവേണ്ടി രമേശ് ചെന്നിത്തല പണിയെടുക്കും, അതിനുവേണ്ടി ലീഗുകാർ പണിയെടുക്കും. എല്ലാവരും പണിയെടുത്ത് ഉറപ്പായിട്ടും അവിടെ വിജയം ഉറപ്പാണ്. അങ്ങനെ താൻ സ്ഥാനാർത്ഥിയാകും, താൻ വിജയിച്ച് കയറും, താൻ MLA കാറിൽ പാലക്കാട് വരും, MLA ഓഫീസ് പാലക്കാട് തുടങ്ങും, തൻ്റെ MLA കാറിൽ തൻ്റെ കൊച്ചമ്മയും കൂടെ ഉണ്ടാകും, MLAയുടെ ഭാര്യയായിട്ട്. അത്രമാത്രം സ്വപ്നങ്ങൾ കണ്ടതാ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി എല്ലാം തകിടം മറിഞ്ഞു. സരിൻ ഇങ്ങനെ ക്രിമികടിയും മൂലം കടച്ചിലും കുരുപൊട്ടലും തുടർന്നു കൊണ്ടിരിക്കുകയാ. സതീശൻ 2025 ന്യൂസ് മേക്കറിലെ വാർത്താ താരമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ വല്ലാത്ത കുരുപൊട്ടല. കോൺഗ്രസ്സുകാർക്കെല്ലാം മനോരോഗമാ. എന്നാ പിന്നെ ഈ മനോരോഗമില്ലാത്ത അന്തം കമ്മി അടിമകള് പിണറായി വിജയന്റെ തീട്ടം നക്കുന്ന സരിനെ പോലെയുള്ള ഈ ചെറ്റകൾക്ക് MA ബേബിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാമായിരുന്നില്ലേ? ബിനോയ് വിശ്വത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാമായിരുന്നില്ലേ? ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ വന്നിട്ട് ഇവരുടെ ആരുടെയെങ്കിലും കൈവിരൽ പിടിച്ചു വെച്ചോ? നിങ്ങൾ MA ബേബിക്ക് വോട്ട് ചെയ്യരുതെന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പറഞ്ഞോ? അല്ലെങ്കിൽ നിങ്ങൾ ബിനോയ് വിശ്വത്തിനെ വിജയിപ്പിക്കരുതെന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പറഞ്ഞോ? എന്താടോ അടിമകളെ, നിങ്ങളുടെ രാജാവിന്റെ കുഴലൂത്തുകാരായിട്ടുള്ള ബിനോയ് വിശ്വവും MA ബേബി, പൊട്ടൻ MA ബേബിയും ഉണ്ടായിരുന്നില്ലേ ഈ ലിസ്റ്റിൽ? നിങ്ങളെ കൊണ്ടത് സാധിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേട്. വി ഡി സതീശനെ വോട്ട് ചെയ്തതും വി ഡി സതീശൻ വാർത്താ താരമായതിനും പിന്നിൽ കോൺഗ്രസ്സുകാർ മാത്രമാണോ? അല്ലല്ലോ. പിണറായി വിജയൻ എന്ന് പറയുന്ന പരനാറി വിജയനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പിടിച്ച് താഴേക്കിറമെന്ന് വാശിയുള്ള കേരളത്തിലെ പ്രബുദ്ധരായ ജനമാ. ഈ സരിനെ പോലെയുള്ള കൂട്ടിക്കൊടുപ്പുകാർക്ക് തുച്ഛമായ ദിവസങ്ങൾ മാത്രമേ ഇത്തരത്തിൽ മേനി പറഞ്ഞ് അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഹുങ്കിൻ്റെയും പരിഹാസത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും വാക്കുകളായിട്ട് ഈ കേരളത്തിൽ ജീവിക്കാൻ ഇനി തുച്ഛമായ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മനസ്സിലായില്ലേ? ജനം ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാ. ജനം പോളിംഗ് ബൂത്തിലേക്ക് കയറാൻ വേണ്ടി കാത്തിരിക്കുകയാ. ജനം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം അവരുടെ മുന്നിലേക്ക് ആ ഒരു സെക്കൻഡ്, ആ ഒരു നിമിഷം, ആ ഒരു സുവർണാവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാ. പിണറായി വിജയനെയും പിണറായി വിജയന്റെ തീട്ടം തിന്നുന്ന അടിമകൾ അടങ്ങുന്ന, സരിനടങ്ങുന്ന ഈ പൊളിറ്റിക്കൽ പിമ്പിങ്ങിന്റെ കൂട്ടിക്കൊടുപ്പുകാരെ എടുത്തെറിഞ്ഞ് ചവറ്റുകൊട്ടയിലേക്ക് എറിയാൻ ജനം കാത്തിരിക്കുകയാ. സരിനൊക്കെയുള്ള മറുപടി പോളിംഗ് ബൂത്തിലൂടെ ഈ ജനം നൽകുമെന്നുള്ള കാര്യത്തിൽ സരിന് പോലും തർക്കമില്ല. കാരണം എന്താ? എവിടെയും സതീശനാ. എവിടെ എന്ത് സർവേകൾ നടത്തിയാലും, എന്ത് ചർച്ചകൾ നടത്തിയാലും, വാർത്താ സമ്മേളനം നടത്തിയാൽ പോലും സതീശൻ അങ്ങ് സ്കോർ ചെയ്യുകയാ. പിണറായി വിജയൻ 1 മണിക്കൂർ നിന്ന് നോക്കി വായിക്കും. സതീശൻ കയ്യും കെട്ടി നിന്ന് 5-6 മിനിറ്റ് കൊണ്ട്
1 മണിക്കൂർ പിണറായി വിജയൻ PR ഏജൻസിക്കാരെ എഴുതി കൊടുത്തത് നോക്കി വായിച്ചതിനെ തകർക്കാൻ 5-6 മിനിറ്റ് മാത്രം ധാരാളം VD സതീശന്. അങ്ങനെ എല്ലായിടത്തും സ്കോർ ചെയ്ത് VD സതീശൻ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോ ഈ തീട്ടം തിന്നുന്ന സരിനെ പോലെയുള്ള അടിമകൾക്ക് പോലും, ഈ കൂട്ടിക്കൊടുപ്പുകാർക്ക് പോലും, ഈ പൊളിറ്റിക്കൽ പിമ്പിങ്ങിന്റെ ഉപജ്ഞാതാക്കൾക്ക് പോലും ഒരു തർക്കവുമില്ല എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുക. മനസ്സിലായില്ലേ? ഇവരെ പ്രകോപിതരാക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം എന്താ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് നമ്മുടെ കണ്ണിൽ VD സതീശനാണെങ്കിലും സതീശനും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അത്രമാത്രം ആത്മബന്ധമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കുമെന്നുള്ളതും ഈ പറയുന്ന സരീനടക്കമുള്ള കൂട്ടിക്കൊടുപ്പുകാർക്ക് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതാ സരിന് എനിക്ക് പാലക്കാട് വേണ്ട, എനിക്ക് ഷുവർ സീറ്റ് വേണം, സിറ്റിംഗ് സീറ്റ് വേണം, പട്ടാമ്പി വേണം, അല്ലെങ്കിൽ ഒറ്റപ്പാലം വേണം, പാലക്കാട് മത്സരിക്കാൻ ഞാനില്ല. കാരണം എന്താ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിൽ ലിക്ഷ വരക്കേണ്ട ഗതികേട് അനുഭവം സരിന് ഓർമ്മയാണ്. ആ അനുഭവം ഓർമ്മയാ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുണ്ടി നക്കേണ്ട ഏർപ്പാട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ പിമ്പ്, ഈ കൂട്ടിക്കൊടുപ്പുകാരൻ അതപ്പതിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗതിയിലേക്ക് ഇവൻ എത്തിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? സതീശൻ്റെ കാല് നക്കിയിട്ടും സതീശൻ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയില്ല ഈ കൂട്ടിക്കൊടുപ്പുകാരനെ. കാരണം എന്താ? സതീശന് നല്ല ബോധമുണ്ട് ഇവനെ പോലെയുള്ള സ്ഥാനമോഹികളെ, ഇവനെ പോലെയുള്ള കസേരമോഹികളെ എല്ലാ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കേണ്ടത് എന്ന്. അത് തന്നെയാണ് സതീശനോട് അത്രമാത്രം പക, അത്രമാത്രം വൈരാഗ്യം. സതീശനോട് മാത്രമാണോ? അല്ല, തന്നെ തോൽപ്പിച്ച രാഹുലിനോടുണ്ട്, രാഹുലിനെ വിജയിപ്പിക്കാൻ പണിയെടുത്ത ഷാഫി പറമ്പിലിനോടുണ്ട്, രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയ VD സതീശനോടുണ്ട്. അങ്ങനെ കോൺഗ്രസിനോട് ഒന്നടങ്കം വലിയ പകയാ, വലിയ വൈരാഗ്യമാ. കാരണം എന്താ? വലിയ ചാൻസ് ആയിരുന്നു MLA ആയി, MLA ബോർഡ് വെച്ച കാറിൽ വരാനും MLA ഓഫീസ് തുറക്കാനും കൊച്ചമ്മയ്ക്ക് MLAയുടെ ഭാര്യയാകാനും ഉണ്ടായ ഏറ്റവും വലിയ സുവർണ അവസരമാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയത്. സരിന് മറ്റൊരു കാര്യം കൂടി ഉറപ്പുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സരിന് ഏത് പൊന്നാപുരം കോട്ടയിൽ പോയി നിന്ന് മത്സരിച്ചാലും സരിൻ MLA ആവില്ല എന്നുള്ള കാര്യം സരിന് ഉറപ്പുണ്ട്. സരിൻ വിജയിക്കില്ല എന്നുള്ള കാര്യം സരിന് ഉറപ്പുണ്ട്. അത് മറ്റാരേക്കാളും സരിനും അറിയാം, സരിൻ്റെ ഭാര്യ സൗമ്യ സരിനും അറിയാം. അതാണ് ഇത്ര വലിയ കുരുപൊട്ടലുകൾ, ഇത്ര വലിയ പക, ഇത്ര വലിയ വൈരാഗ്യം, ഇത്ര വലിയ വിവരദോഷം. ഒരു കാര്യം ഉറപ്പാ, സിവിൽ സർവീസ് എങ്ങനെ കിട്ടിയെന്നറിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ ആള് പൊട്ടനാണ്. തീട്ടം തിന്ന് ഈ പിണറായി വിജയൻ്റെ തീട്ടം നക്കിത്തുന്ന ഒരു പേപ്പട്ടിയെ കണക്കെ മഹാമണ്ടനായി മാറിയിരിക്കുന്നു ഈ പിരായിരിയിലെ സരിൻ എന്ന് പറയുന്നത്.